സോ ഹലോ എവരിവൺ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അതായത് നമ്മളിപ്പം അൽഗോറിതംസ് എല്ലാം നോക്കിയല്ലേ, അൽഗോറിതംസ് എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കി, അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റീനെ ബേസ് ചെയ്തിട്ട് നോക്കി. അതിൽ തന്നെ നമ്മൾ എന്തൊക്കെ നോക്കി, നമ്മൾ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് നോക്കി. അതിൽ തന്നെ നമ്മൾ 5 ടൈപ്സ് നോക്കി അല്ലേ, ബിഗ് ഒമേഗ, സ്മോൾ ഒമേഗ ആൻഡ് ബിഗ് ഒ, സ്മോൾ ഒ ആൻഡ് തീറ്റ ഫങ്ഷൻസ്. ആൻഡ് അതിനുശേഷം നമ്മൾ റിക്കറൻസ് റിലേഷൻസ് നോക്കി. പിന്നെ അത് സോൾവ് ചെയ്യാനുള്ള 3 മെത്തേഡ്സ് നോക്കിയല്ലേ. ഇനി അതിനുശേഷം പിന്നെ 3 മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ, മാസ്റ്റർ തിയറം, ഇറ്ററേറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആൻഡ് ദ ലാസ്റ്റ് ഈസ് റിക്കർസീവ് ട്രിങ് മെത്തേഡ്. അപ്പോൾ നമ്മൾ ഇത്ര നോക്കി. അപ്പോൾ നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി എന്താണെന്നെല്ലാം അറിഞ്ഞു അല്ലേ. ഇനി നമ്മൾ അൽഗോറിതംസിലോട്ട് കടക്കാം. ഇനി റിയൽ അൽഗോറിതംസ് എന്താണ്, നമുക്കിനി ഓരോരോ അൽഗോറിതംസ് എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ സെർച്ചിങ്, സോർട്ടിങ്, അതൊക്കെയാണ് നമ്മുടെ ഇവിടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള അൽഗോറിതംസ് എങ്ങനെയൊക്കെ ചെയ്യണം എന്നെല്ലാം നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഇനിയാണ് നമ്മൾ അൽഗോറിതംസിലോട്ട് കടക്കാൻ പോകുന്നത്. ഇപ്പം ഇതുവരെ പഠിച്ചത് നമ്മൾ അതിനെ എങ്ങനെ അനലൈസ് ചെയ്യണം എന്നാണ് പഠിച്ചത്. ഇനി നമുക്ക് അൽഗോറിതംസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അതിലോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. ഓക്കെ, ആൻഡ് ഇതിൽ നമ്മൾ ഇപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഇനി സെർച്ചിങ് അൽഗോറിതംസിനെ പറ്റിയാണ്. ഓക്കെ, ആൻഡ് സോ സെർച്ചിങ് എന്താണ്, അതായത് നമ്മളിപ്പം മുൻപേ പറഞ്ഞിട്ടുണ്ട്, അറേസ് പഠിക്കുമ്പോഴും, അറേസ് ആണെങ്കിൽ എന്ത് പഠിക്കുമ്പോഴും, അതായത് നമ്മൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് പഠിക്കുമ്പോൾ, അതായത് നമുക്കിപ്പോൾ ഒരു അറേസ് ഉണ്ടെങ്കിൽ ഒരു അറേയിൽ ഒരു ഡേറ്റ ഉണ്ടല്ലേ, അപ്പോൾ അതിൽ എന്ത് ചെയ്യണം, ലിങ്ക് ലിസ്റ്റിലാണെങ്കിൽ നമ്മൾ എങ്ങനെ സെർച്ച് ചെയ്യണം, ഒരു അറേ കഴിഞ്ഞിട്ട് അടുത്ത അറയിലോട്ട് പോകാം, എന്നിട്ട് അടുത്ത അറയിലോട്ട് പോകണം അല്ലേ. പക്ഷേ അറയിലാണെങ്കിൽ നമുക്ക് റാൻഡമായിട്ട് എവിടെ വേണമെങ്കിലും കയറി നോക്കാം അല്ലേ, അവിടെ എലമെൻറ്റ്സ് ഉണ്ടോയെന്ന്. പക്ഷെ നമുക്ക് ഇതൊരു എങ്ങനെ കണ്ടുപിടിക്കും എവിടെയാണ് എലമെൻ്റ് എന്ന്, അതിന് നമുക്കാണെങ്കിൽ ലിങ്ക് ലിസ്റ്റിനെ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം അല്ലേ. ഒരു എലമെൻറ്റ് നോക്കി അടുത്ത് നോക്കി അടുത്ത് നോക്കി അടുത്ത് നോക്കി, അല്ലെങ്കിൽ നമുക്ക് വേറെ മെത്തേഡ്സ് ഉണ്ടോ, അതെങ്ങനെ സോൾവ് ചെയ്യാം, അതിനെ പറ്റിയല്ല നമുക്ക് ഇന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് സെർച്ചിങ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. സോ സെർച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫൈൻഡിങ് എ പർട്ടിക്കുലർ എലമെൻറ്റ് among several given elements. The search is successful if the required element is found, otherwise the search is unsuccessful. Okay, ആൻഡ് അതെല്ലാം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് സെർച്ചിങ് അൽഗോറിതംസ് ആർ എ ഫാമിലി ഓഫ് അൽഗോറിതംസ് യൂസ് ഫോർ ദ പർപ്പസ് ഓഫ് സെർച്ചിങ്. ആൻഡ് സെർച്ചിങ്ങിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 2 അൽഗോറിതംസ് ആണ്. അതായത് ഒരു അറേസിൽ നമുക്ക് ഇപ്പം ഒരു അറേസിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് 2 അൽഗോറിതംസ് യൂസ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ലീനിയർ സെർച്ച് ആൻഡ് നെക്സ്റ്റ് ഈസ് ദ ബൈനറി സെർച്ച്. അപ്പം പേര് കേൾക്കുന്ന പോലെ തന്നെ ലീനിയർ സെർച്ച് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ സെർച്ചാണ്. ആൻഡ് ഇതൊക്കെ കുറച്ചുകൂടെ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സെർച്ച്. ഞാനിപ്പോൾ ലിങ്ക് ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ലീനിയർ സെർച്ച് ഈസ് ദ സിംപ്ലസ്റ്റ് സെർച്ചിങ് അൽഗോരിതം. ഓക്കെ, ഇവിടെയും പറയുന്നുണ്ട് ഇതാണ് ഏറ്റവും ഉള്ളതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളത് ഇതാണ്. ആൻഡ് ഇറ്റ് ട്രവേഴ്സസ് ദ അറേ സീക്വൻഷ്യലി ടു ലൊക്കേറ്റ് ദ റിക്വയർഡ് എലമെൻറ്റ്. ഇവിടെ എന്താണ് പറയുന്നത്, ട്രവേഴ്സസ് സീക്വൻഷ്യലി എന്ന് പറയുന്നുണ്ടല്ലേ. അതായത് ഇങ്ങനത്തെ ഒരു അറേ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇവിടുന്ന് പോകും, ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ആൻഡ് ഇത് ട്രവേഴ്സസ് സീക്വൻഷ്യലി ആൻഡ് ഇറ്റ് സെർച്ചസ് ഫോർ എൻ എലമെൻറ്റ് ബൈ കമ്പയറിങ് ഇറ്റ് വിത്ത് ഈച്ച് എലമെൻറ്റ് ഓഫ് ദ അറേ 1 by 1. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, നമുക്കൊരു ടാർഗറ്റ് എലമെൻ്റ് ഉണ്ട്, എന്നിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് പോകും, എന്നിട്ട് അതാണോ അല്ലേ എന്ന് നോക്കും. അതാണ് നമ്മുടെ ലീനിയർ സെർച്ച് എന്ന് പറയുന്നത്. സോ ലീനിയർ സെർച്ച് നമ്മൾ എന്തും വിളിക്കാറുണ്ട്, സീക്വൻഷ്യൽ സെർച്ച് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ലീനിയർ അൽഗോരിതം ഈ സപ്ലൈഡ് ഏതൊക്കെ കേസിലാണ് നമ്മൾ ലീനിയർ സെർച്ച് അൽഗോരിതം യൂസ് ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ലീനിയർ സെർച്ച് അൽഗോരിതം നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഇഫ് നോ ഇൻഫർമേഷൻ ഈസ് ഗീവൻ അബൌട്ട് ദ അറേ. നമ്മൾക്ക് ഇപ്പം തന്നിട്ടുള്ള അറേനെ പറ്റി ഒരു ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്യും. ആൻഡ് ഗീവൻ അറേസ് അതായത് അൺസോർട്ടഡ് ആയിട്ടുള്ള അറേ ആണെങ്കിൽ നമുക്ക് നോക്കാം. അതായത് നോ ഇൻഫർമേഷൻ ആൻഡ് അൺസോർട്ടഡ് ഓർ ദ എലമെൻറ്റ്സ് ആർ അൺഓർഡേഡ് ആണെങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യും. ആൻഡ് ദ ലിസ്റ്റ് ഓഫ് ഡേറ്റ ഓഫ് ഐറ്റംസ് ഈസ് സ്മോളർ. ഇങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ലീനിയർ സെർച്ചാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അൺസോർട്ടഡ് ആയിട്ടുള്ള എലമെൻസിലെല്ലാം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ലീനിയർ സെർച്ചാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ലീനിയർ സെർച്ച് അൽഗോരിതത്തിൽ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പം അൽഗോരിതം എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ലീനിയർ സെർച്ചിൽ എന്താണ് പറയുന്നത്, സോ നമുക്കിവിടെ കുറച്ച് അൽഗോരിതത്തിന് കടക്കുന്നതിന് മുൻപേ അതിന് വേരിയബിൾസ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. സോ ദർ ഇസ് ലീനിയർ അറേ എ ഉണ്ട് and of size n. Okay, size n, and linear search is being used to search an element item. Okay, ഐറ്റത്തിനെ സെർച്ച് ചെയ്യാനാണ്, ഐറ്റം എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ സെർച്ച് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് ഇഫ് ഇറ്റ് സെർച്ച് ഇൻ സക്സസ് ഇറ്റ് സെറ്റ്സ്
location to the index of the element, otherwise it sets to location -1. ഓക്കെ, ഈ വേരിയബിൾസ് ആണ് നമുക്കിപ്പോൾ ഓൾറെഡി ഉള്ളത്. ഇത് ഓർക്കണം. എ എന്താണ്? നമ്മുടെ അറേ ആണ്. എന്ന് പറയുന്നത് എന്താണ്? അറേയുടെ സൈസാണ്. ഐറ്റം എന്താണ്? നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത്? ആ ലൊക്കേഷൻ എന്തായിരിക്കും? നമ്മുടെ സെർച്ച് ചെയ്യുന്ന ഐറ്റത്തിൻ്റെ ലൊക്കേഷൻ അതായിരിക്കും. ആ ഒരു ഐറ്റം ഇല്ലെങ്കിൽ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്ന -1 ആയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ്. ഇനി നമുക്ക് അൽഗോരിതത്തിലോട്ട് പോകാം. ഓക്കെ, ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ട്, നല്ല സിമ്പിളായിട്ടുള്ള അൽഗോരിതമാണ്. ആൻഡ് റിലേറ്റീവ്ലി സിമ്പിൾ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇതാണ് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പം. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആദ്യമേ നമ്മൾ ജസ്റ്റ് ഒരു അൽഗോരിതം പോലെയാണ്. ഈ അൽഗോരിതത്തിൽ നമുക്ക് കണ്ടോ 4 വേരിയബിൾസ് ആണല്ലേ ഉള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? തുടങ്ങാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അറേസിൽ തുടക്കം എങ്ങനെയാണ് വരുന്നത്? എപ്പോഴും 0th ഇൻഡെക്സിലാണല്ലേ. ആണ് 4i = 0 to n-1/1 do. ഓക്കെ, ഏറ്റവും n അറേസിലാണ് സൈസ് n അല്ലേ. അപ്പോൾ ലാസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് എന്തായിരിക്കും? n എലമെൻറ്റ്സ് ആണുള്ളെങ്കിൽ n-1 ആണ്. ഓക്കെ, ആണ് ഇവിടെ 2n-1/1. അതായത് ഓരോന്നായിട്ട് നമ്മൾ ട്രവേഴ്സ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു എലമെൻറ്റ് a of i എന്ന് പറയുന്നത്, അതായത് i ആദ്യമേ 0 ആയിരിക്കും അല്ലേ. അതായത് a of 0 നോക്കും, ഐറ്റത്തിന് ഈക്വൽ ആണോ നോക്കും. അടുത്ത് എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ നമ്മൾ ലൊക്കേഷൻ എന്ത് ചെയ്യും? ലൊക്കേഷൻ ആ ഒരു ഇൻഡെക്സിൻ്റെ പേര് കൊടുക്കും അല്ലേ. അല്ലെങ്കിൽ എന്നിട്ട് എക്സിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് നമ്മളിവിടെ ആ ലൊക്കേഷൻ കൊടുക്കും. എന്നിട്ട് എക്സിറ്റ് ആണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഒരു എൻഡ് എഫ് എന്ന ഈ ഒരു ലൂപ്പ് ക്ലോസ് ചെയ്യുന്നു. അതിൻ്റെ ജസ്റ്റ് ഒരു അൽഗോരിതം പോലെയാണ്. പിന്നെ ഈ ഒരു ലൂപ്പ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ ഇതെല്ലാം ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഈ ഒരു ഫോർ ലൂപ്പ് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഇഫ് a of i = ഐറ്റം അല്ലെങ്കിലോ എന്ത് ചെയ്യും? ഈ ലൂപ്പ് ഒന്നുകൂടെ റൺ ചെയ്യല്ലേ. ഐയുടെ വാല്യൂ 0 ആകും. അപ്പം ഐയുടെ വാല്യൂ 1 ആകും. ഐയുടെ വാല്യൂ 1 ആയിട്ട് a of 1 ഈക്വൽ ആണോ നോക്കും ഐറ്റത്തിന്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? a of 2 നോക്കും. അങ്ങനെ നോക്കും. അങ്ങനെ പോയി ഇപ്പം a of 7 ഈക്വൽ ടു ഐറ്റം വന്നാൽ എന്ത് ചെയ്യും? i = 7 എന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്യും. ഓക്കെ, ലൊക്കേഷൻ = 7 എന്ന് ഇവിടെ സെറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് അത് റിട്ടേൺ ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് എക്സിറ്റ് ചെയ്യാനാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എൻഡ് കൊടുക്കും. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള അൽഗോരിതം. എന്താണ്? ഓക്കെ, അതായത് നമ്മൾ ബേസിക്കലി എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഓരോരോ ആദ്യത്തെ എലമെൻറ്റിലോട്ട് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഐറ്റത്തിലോട്ട് കമ്പയർ ചെയ്യും, ഈക്വൽ ആണോ അല്ലേ എന്ന്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അടുത്തുള്ള അടുത്തുള്ള എലമെൻറ്റിലോട്ട് ചാടും. എന്നിട്ട് അത് ഈക്വൽ ആണ് അല്ലെങ്കിലോ അടുത്തയിലോട്ട് ചാടും, അല്ലെങ്കിൽ അടുത്തയിലോട്ട് ചാടും. ഇനി അവിടെ ഈക്വൽ ആയെങ്കിൽ എന്ത് ചെയ്യും? അവിടെ നമ്മൾ മറ്റേ ലൊക്കേഷൻ = i എന്ന് കൊടുക്കും. ആൻഡ് എന്ത് ചെയ്യും? നമ്മൾ അതായിരിക്കും എക്സിറ്റ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഇപ്പം എവിടെ ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെയില്ല. അപ്പം ഒരു അടുത്തും ഇല്ല. ഓക്കെ, അതാകുമ്പം ഈ ലൂപ്പ് തന്നെ അങ്ങ് ക്ലോസ് ആകും. എന്നിട്ട് എന്താകും? സെറ്റ് ലൊക്കേഷൻ = -1. അതായത് നമ്മുടെ ഇതിൽ ഇപ്പം ആ ഒരു എലമെൻറ്റ് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സി കോഡും കൂടെ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആകും. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ വേരിയബിളായിട്ട് കൊടുക്കുന്നത്? നമ്മളിവിടെ എന്തൊക്കെയാണ് വേരിയബിളായിട്ട് കൊടുക്കുന്നത്? അറേ കൊടുക്കുന്നുണ്ട്, n കൊടുക്കുന്നുണ്ട്, സൈസ് ഓഫ് n ആൻഡ് ഐറ്റം ടാർഗറ്റാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ടാർഗറ്റ്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഒരു ഫോർ ലൂപ്പ് കൊടുക്കുന്നുണ്ട്. 4 of int i = 0, i less than n, i++. ഇതെന്താണ്? ഇത് ഇനിഷ്യലൈസേഷൻ. ഇതെന്താണ്? കണ്ടീഷൻ. ആൻഡ് ഇത് ഇറ്ററേറ്റീവ്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ if a of i = ഐറ്റം ആണെന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിലോട്ട് റിട്ടേൺ i കൊടുക്കും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് ഫുള്ള് റണ്ണായിട്ടല്ലേ ഇത് ഇങ്ങോട്ട് എക്സിറ്റ് ചെയ്യുള്ളൂ. എന്നിട്ട് ഇത് ഫുള്ള് റണ്ണായിട്ട് ഇങ്ങോട്ട് എക്സിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ആ ഒരു എലമെൻറ്റ് ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? റിട്ടേൺ -1 കൊടുക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ലീനിയർ സെർച്ചിൻ്റെ അൽഗോരിതം. ഇത് വേണമെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ടൈപ്പ് ഒന്ന് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് നോട്ടിലൊന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ആൻഡ് ഇതിപ്പം നിങ്ങൾക്ക് സി എല്ലാവരും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കുക. ആൻഡ് നിങ്ങൾ തന്നെ ഇതിൽ മോഡിഫിക്കേഷൻസോ എല്ലാം ചെയ്യാൻ പറ്റുമോ ഇല്ല എന്ന് നോക്കണം. ഓക്കെ,
ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സംഭവം. ഇനി നമുക്ക് ലീനിയർ സെർച്ചിനും പൈത്തൺ നോക്കാം. പൈത്തണിൽ നമുക്ക് എന്താണ് വന്നത്, ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഡിഫൈൻ സെർച്ച് ഡിഫൈൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഇതാണ്. പിന്നെ സെർച്ച് നെയിമാണ്. പിന്നെ എന്താണ് AI, ഐറ്റം. A എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അറയാണ്. ഐറ്റം എന്ന് പറയുന്നത് ടാർഗറ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, 4i ഇൻ റേഞ്ച് ഓഫ് len ഓഫ് A. ഇവിടെ അതായത് len ഓഫ് A എന്ന് പറയുന്നത് എന്താണ്, സൈസ് ഓഫ് ദ അറേ. അല്ലെങ്കിൽ നമ്മൾ 4 അറേ ഇൻഡ് ഓഫ് n എന്ന് കൊടുക്കാം. ഇവിടെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ആർഗ്യുമെൻറ്റും കൂടെ n എന്ന് കൊടുത്താൽ ഓക്കെ. ആൻഡ് എന്നിട്ട് എന്ത് ചെയ്യും, ഇഫ് A ഓഫ് i ഈക്വൽ ടു ഐറ്റം റിട്ടേൺ 1, അല്ലെങ്കിൽ എന്ത് ചെയ്യും, റിട്ടേൺ -1. ഓക്കെ, നമ്മുടെ സിയുടെ കോഡായിട്ട് ഭയങ്കര നല്ല സിമിലർ ആണ്. സെയിം സംഭവം തന്നെയാണ് ഇവിടെ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, അതാണ് നമ്മുടെ ഇവിടെ വന്നത്. അപ്പോൾ നമുക്കിനി ഇതിപ്പോൾ രണ്ട് മനസ്സിലായല്ലോ. ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ആദ്യമേ ഓരോരോ എലമെൻ്റായിട്ട് ട്രവേഴ്സ് ചെയ്യും. ഓക്കെ, ഓരോരോ എലമെൻ്റായിട്ട് ട്രവേഴ്സ് ചെയ്യും നമ്മുടെ അറയിൽ. എന്നിട്ട് അത് ഈക്വൽ ആണോ എന്ന് നോക്കും. ഈക്വൽ ആണെങ്കിൽ നമ്മൾ ആ ലൊക്കേഷൻ റിട്ടേൺ ചെയ്യും. എന്നിട്ട് അത് ഫുള്ള് ട്രവേഴ്സ് ചെയ്തിട്ട് നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിട്ടേൺ -1 ആയിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ലീനിയർ സെർച്ചിൻ്റെ കോഡ്. ഓക്കെ, ആൻഡ് ഇതിലെ ബെസ്റ്റ് കേസ് എന്താണ്, ഇൻ ദ ബെസ്റ്റ് കേസ് പോസിബിൾ ദ എലമെൻറ്റ്സ് ബീങ് സെർച്ച് മേ ബി ഫൗണ്ട് അറ്റ് ദ ഫസ്റ്റ് പൊസിഷൻ അല്ലേ. അതായത് എനിക്കിപ്പം one, two, three, four എനിക്ക് സെർച്ച് ചെയ്യേണ്ട 1 ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ വന്ന ഇതല്ലേ ബെസ്റ്റ് കേസ്. അപ്പോൾ എനിക്ക് ഒന്ന് സെർച്ച് ചെയ്യാനുള്ള ടൈമേ കിട്ടിയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് ഇതും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ കേസിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു കമ്പാരിസൺ മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം ഈ ഒരു കേസിലെ ടൈം കോംപ്ലക്സിറ്റി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ടൈം ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, O(1) എന്ന് എഴുതാം. അതാണ് ഇവിടെ പറയുന്നത്. Thus in best case linear search algorithm takes O(1) operations. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ O(1) ഓപ്പറേഷൻസ് മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. നമ്മളെ എപ്പോഴും വേഴ്സ്റ്റ് കേസ് ആണല്ലോ നോക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു അൽഗോരിതം എടുത്താലും അതിൻ്റെ വേഴ്സ്റ്റ് കേസ് ആയിട്ടായിരിക്കും നോക്കുന്നത്. കാരണം അതിൻ്റെ എതിരെ എന്ത് വന്നാലും അതിന് നേരിടാൻ പറ്റണ്ടേ. അപ്പോൾ ആ ഒരു കേസ് ആയിരിക്കണം. അതായത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നാലും നമുക്ക് അതിനെ നേരിടാൻ എന്തായാലും പറ്റും അല്ലേ നമുക്ക്. പക്ഷേ നെഗറ്റീവായിട്ട് വരുമ്പോഴാണ് നമ്മൾ കുറച്ച് താന്ന് നോക്കുന്നത്. അപ്പം അതെന്ത് ചെയ്യും, ആ ഒരു ടൈമിലുള്ള ഒരു എഫിഷ്യൻസിയാണ് നമ്മളെപ്പോഴും നോക്കുന്നത്. ആ ഒരു അൽഗോരിതത്തിൻ്റെ കേസിലാണെങ്കിൽ നമ്മളെപ്പോഴും അതായിരിക്കും നോക്കുന്നത്. സോ ഈ ഒരു അൽഗോരിതത്തിൻ്റെ കേസിലാണെങ്കിൽ നമ്മളെപ്പോഴും വേഴ്സ്റ്റ് കേസാണ് നോക്കുന്നത്. അപ്പം വേഴ്സ്റ്റ് പോസിബിൾ കേസിൽ എന്താണ് വരുന്നത്, ദ എലമെൻറ്റ് ബീങ് സെർച്ച് മേ ബി പ്രസൻറ്റ് അറ്റ് ദ ലാസ്റ്റ് പൊസിഷൻ ഓർ നോട്ട് പ്രസൻറ്റ് അറ്റ് ഓൾ അല്ലേ. അതായത് ഈ രണ്ട് കേസിലാണെങ്കിൽ നമ്മൾ ഫുള്ള് അറേ സെർച്ച് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പം ആ ഒരു കേസിലാണെങ്കിൽ ഇപ്പം ഈ ഒരു കേസിൽ എനിക്ക് 1 ആണ് സെർച്ച് ചെയ്യുമെങ്കിൽ എന്ത് ചെയ്യണം, എനിക്കാണെങ്കിൽ ഇത് ഫുള്ള് ഇങ്ങനെ സെർച്ച് ചെയ്യണം അല്ലേ. ഫുള്ള് സെർച്ച് ചെയ്ത് ഈ 5 എലമെൻറ്റ്സ് എനിക്ക് കമ്പയർ ചെയ്തിട്ടാണ് എനിക്ക് ഏറ്റവും ലാസ്റ്റ് 1 എത്തുന്നത്. അല്ലെങ്കിൽ ഇതിപ്പം ഞാൻ 11 എന്ന് ആഡ് ചെയ്യുന്നു. ഇപ്പം ഞാൻ ഇവിടെ 1 എന്ന് സെർച്ച് ചെയ്യുന്നു. പിന്നെ ഇത് 5 ഞാൻ കമ്പയർ ചെയ്തിട്ടും എനിക്ക് കിട്ടിയില്ല. ഈ 2 കേസിൽ ഞാൻ എന്ത് ചെയ്തു, ഇത് ഫുള്ള് ട്രവേഴ്സ് ചെയ്തു അല്ലേ. അതാണ് നമ്മുടെ ഇവിടെ വേഴ്സ്റ്റ് കേസ് വന്നത്. ദ എലമെന്റ് ബീങ് സെർച്ച് മേ ബി പ്രസന്റ് അറ്റ് ദ ലാസ്റ്റ് പൊസിഷൻ ഓർ നോട്ട് പ്രസന്റ് അറ്റ് ദ അറേ അറ്റ് ഓൾ. അപ്പം ഈ ഫസ്റ്റ് കേസിലാണെങ്കിൽ എന്താണ്, അതായത് n കമ്പാരിസൺസ് ആണ്, അത് സക്സസ് ആയിരിക്കും. ലേറ്റർ കേസിലാണ് എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, -1 ആയിരിക്കും, നമ്മൾ മുൻപേ പറഞ്ഞിട്ടുള്ള പോലെ. അതുകൊണ്ട് എന്തായിരിക്കും ഇതിൻ്റെ സൈസ് n ആണെങ്കിൽ, അതായത് ഇപ്പം n എലമെൻറ്റ്സ് ഉള്ള 0, 1, 2, 3 അങ്ങനെ n എലമെൻറ്റ്സ് ഉള്ള ഒരു അറേ ആണെങ്കിൽ ഇതിൽ എത്ര ടൈം ആയിരിക്കും എടുക്കേണ്ട, n കമ്പാരിസൺസ് എടുക്കുമല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി O(n) ആയിട്ട് നമുക്ക് എടുത്തോടെ. കാരണം ഒന്ന് സെർച്ച് ചെയ്യാനായിട്ട്, കാരണം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, അല്ലാതെ ആലോചിച്ചാൽ മതി. ഇവിടെ നമ്മുടെ കോഡിൽ എത്ര ഫോർ ലൂപ്പാണ് വന്നിട്ടുള്ളത്, ഒരു 4 ആണ്. കണ്ടോ, ഇവിടെ <n ആണ്. അപ്പോൾ ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്താണ്, n എന്ന് പറയല്ലേ, അതിൻ്റെ O(n) ആണ്. ഇനി 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്തല്ലോ, 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്താൽ 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നെങ്കിൽ, ഇങ്ങനെ നെസ്റ്റഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഇതെന്താകും, n² ആകും. ഓക്കെ,
ഓക്കെ, ഇങ്ങനത്തെ ഒരു കേസിലാണെങ്കിൽ n സ്ക്വയർ ആകും. കാരണം ഒന്ന് ആലോചിച്ചാൽ മതി, ഇതിപ്പോൾ i ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതെന്ത് ചെയ്യും, j ഈക്വൽ ടു 0 to n വരെ റൺ ചെയ്യും അല്ലേ. എന്നിട്ടായിരിക്കും ഇത് i ഈക്വൽ ടു 1 ആകുന്നത്. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും, ഇത് വീണ്ടും j ഈക്വൽ ടു 0 to ഇതാകും. അപ്പോൾ ഇതെന്ത് ചെയ്യും, n വട്ടം ഇത് n വട്ടം ഓടും. അപ്പം ഇത് എത്ര ടേംസ് ഉണ്ട്, n ടേംസ് ഉണ്ട്. അപ്പോൾ ഇതെന്താകുക, n ഇൻറ്റു n, അതാണ് n സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് n സ്ക്വയർ എന്ന് വരുന്നത്. ഈ ഒരു കേസിലാണെങ്കിൽ നമുക്ക് ആകെ ഒരു ഫോർ ലൂപ്പിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അതാണ് നമ്മളിവിടെ പറയുന്നത് എന്താണ്, അതായത് നമ്മുടെ ഇവിടുത്തെ കോംപ്ലക്സിറ്റി എത്ര ആയിട്ട് വരും, ഓഫ് n ആയിട്ട് വരുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്, ടൈം കോംപ്ലക്സിറ്റി ഓഫ് ലീനിയർ സെർച്ച് അൽഗോരിതം ഈസ് ഓഫ് n. ഓക്കെ, ആൻഡ് ഇതെല്ലാം ഓർത്തിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലീനിയർ സെർച്ച് കുറച്ചുകൂടെ എളുപ്പമായതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഓർമ്മ കാണും. ഓക്കെ, and linear search is less efficient when compared with other algorithms like binary search and hash tables. അല്ലേ, അതായത് നമ്മളത് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം ഇവിടുത്തെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓഫ് n ആണ്. ഓക്കെ, ഓഫ് n നിന്ന് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ അതർ അൽഗോരിതംസ് അലോ സിഗ്നിഫിക്കൻ്റ്ലി ഫാസ്റ്റർ സെർച്ചിങ്. ഓക്കെ, നമുക്ക് ഏതൊക്കെ ഇതാണെന്ന് നോക്കാം. സോ അടുത്ത നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കിയിട്ട് നമുക്ക് അടുത്ത ബൈനറി സെർച്ചിലോട്ട് പോകാം. അപ്പോൾ നമുക്കിപ്പം ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ആണെങ്കിൽ എനിക്കിപ്പോൾ ഇതിന് 15 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യമേ എന്ത് ചെയ്യും, ആദ്യത്തെ പാസിൽ ഞാൻ 15ആയിട്ട് ഇത് കമ്പയർ ചെയ്യും. ഇത് ഈക്വൽ ആണോ, അല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അടുത്തതിലോട്ട് ചാടും. ഇത് ഈക്വൽ ആണോ, അല്ല. ഞാനപ്പോൾ അടുത്ത എന്ത് ചെയ്യും, ഇതിലോട്ട് ചാടും. ഇത് ഈക്വൽ ആണോ, ഇതും അല്ല. അപ്പോൾ ഞാൻ അടുത്തതിലോട്ട് ചാടുന്നു, ഇതും അല്ല. അപ്പോൾ ഇതെന്തായി, ഇത് ലൊക്കേഷനാണ്. അപ്പോൾ എന്തായി, ഇവിടെ ആണെങ്കിൽ എൻ്റെ ഒരു കേസിലാണെങ്കിൽ ഐയുടെ വാല്യൂ എന്താകും, ഐ ആദ്യമേ 0 ആയി, പിന്നെ 1 ആയി, 2 ആയി, 3 ആയി, 4 ആയപ്പോഴെല്ലാം നമുക്ക് ഇത് കിട്ടിയത്. അപ്പോൾ ഐ ഈക്വൽ ടു ലൊക്കേഷൻ കൊടുക്കാം, എന്നിട്ട് റിട്ടേൺ ഇതായിരിക്കും റിട്ടേൺ ചെയ്യുന്നത് അല്ലേ, റിട്ടേൺ ലോഗ്. ഓക്കെ, നമ്മുടെ മുൻപത്തെ അൽഗോരിതമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുള്ളത്, ഇത് ഓരോന്നായിട്ട് ട്രാവേഴ്സ് ചെയ്ത് പോകുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് കുറച്ചുകൂടെ നല്ല സിമ്പിളായിട്ടുള്ള അൽഗോരിതം അല്ലേ, ഇതാണ് ഉള്ളതിൽ ഏറ്റവും സിമ്പിള്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് നോക്കാം അല്ലേ. ഇനി നമുക്കുള്ളത് ബൈനറി സെർച്ച് അൽഗോരിതമാണ്. അപ്പം ഇതിൽ ബൈനറി സെർച്ച് അൽഗോരിതം എന്ന് പറയുന്നത്, ഇതിന് ജസ്റ്റ് ഒരു കണ്ടക്സ്റ്റ് പോലെ ഞാൻ പറയുന്നെങ്കിൽ, എനിക്കിപ്പം ഒരു ഡിക്ഷണറി ഉണ്ട്. ഓക്കെ, ഞാൻ ആ ഒരു ഡിക്ഷണറിയിൽ എനിക്കൊരു വേർഡ് കണ്ടുപിടിക്കണം. അപ്പം ആ ഒരു പർട്ടിക്കുലർ വേർഡ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യമേ ഡിക്ഷണറി തുറക്കുന്നു, എന്നിട്ട് കറക്റ്റ് അതിൻ്റെ നടുക്കത്തെ ഭാഗം കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, അത് തുറക്കുന്നു. എന്നിട്ട് അതിൽ ഉള്ള ഏത് ലെറ്റർ ആണ് നോക്കും. ഇപ്പം എനിക്ക് ഏകദേശം ജെ വെച്ചിട്ടുള്ള ഒരു ലെറ്റർ ആണെങ്കിൽ ഞാൻ ഇപ്പം തുറക്കുമ്പോൾ എം ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ എനിക്ക് എന്താ അറിയാം, എം എന്നുള്ള ഒരു വേർഡിന് മുൻപായിരിക്കില്ലേ ജെ എന്ന് പറയുന്ന വേർഡ്, എന്തായാലും ശേഷം വരില്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഞാൻ പകുതിയാക്കിയതിന് ശേഷം എമ്മിന് ശേഷമുള്ള എല്ലാ പേജസ് എനിക്ക് വിടാല്ലേ, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. എമ്മിന് മുൻപേ ഉള്ളത് നോക്കിയാൽ മതി. എന്നിട്ട് ഞാൻ വീണ്ടും A to M വരെയുള്ള സെക്ഷൻ ഞാൻ വീണ്ടും പകുതിയാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് വീണ്ടും ഞാനിങ്ങനെ നോക്കുമ്പം എനിക്കിപ്പം എഫ് ആണ് കിട്ടിയെങ്കിൽ എനിക്ക് എന്താ അറിയാം, എന്തായാലും എഫിന് മുൻപായിരിക്കില്ല ജെ വരുന്നത്, എഫിന് ശേഷം ആയിരിക്കും അല്ലേ. എന്നിട്ട് ഞാൻ എന്ത്, ഞാനാണെങ്കിൽ F to M എന്നുള്ള ഒരു പേജസ് മാത്രം എടുക്കുന്നു, A to F പേജസ് ഞാൻ മാറ്റുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും ഇതേ പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എന്താണ്, ഏറ്റവും പെട്ടെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു സെയിം മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് എത്ര അറേസ് എലമെൻറ്റ്സ് ഉണ്ടോ നമ്മൾ കറക്റ്റ് അത് നടുക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അത് കമ്പയർ ചെയ്യുന്നു നമ്മുടെ എലമെൻ്റായിട്ട്. എന്നിട്ട് അത് ഗ്രേറ്റർ ആണോ ലെസ് ആണോ നോക്കുന്നു. എന്നിട്ട് അത് ഏത് സെക്ഷനിലാണോ വരുന്നത് ആ സെക്ഷനിലോട്ട് പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ആ ബാക്കിയുള്ള പകുതിയായിട്ടുള്ള അറേസ് ഫുള്ള് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം ബൈനറി സെർച്ച് ഈസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് സെർച്ചിങ് അൽഗോരിതം ആൻഡ് ഇറ്റ് ഈസ് യൂസ് ഫോർ ഫൈൻഡിങ് ദ ലൊക്കേഷൻ ഓഫ് എൻ എലമെൻറ്റ് ഇൻ എ ലീനിയർ അറേ. ഓക്കെ, ആൻഡ് ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്. ഓക്കെ, ഇവിടെ പറയുന്നത് ഇത് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് ഡിവൈഡ് ആൻഡ് കോങ്കർ ടെക്നിക്കിലാണ്. അതായത് ഡിവൈഡ് ആൻഡ് കോങ്കർ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ ഇത്രയും n അറേസ് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് n/2 ആക്കുന്നു. അതായത് നമുക്ക് എത്ര വലിയ പ്രോബ്ലം വന്നാലും നമ്മൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ ഒരു മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടുത്തെ മെയിനായിട്ടുള്ള സംഭവം എന്തെന്ന് വെച്ചാൽ, ബൈനറി സെർച്ച് അൽഗോരിതംസ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ഓൺ സോർട്ടഡ് അറേസ്. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇപ്പം പറഞ്ഞ ഡിക്ഷണറിയുടെ എക്സാമ്പിളിലാണെങ്കിലും അതിലെന്താണ്, അത്
ഗ്രാഫിക്കലി അറേഞ്ച്ഡ് ആയിട്ടുള്ളതാണല്ലേ, അതായത് A to Z ആയിട്ടുള്ളത് എല്ലാം അറേഞ്ച്ഡ് ആയിട്ടുള്ളതാണ്, ABCD ആ ഒരു ഓർഡറിലാണല്ലേ പോകുന്നത്. അതാണ് എനിക്കിവിടെ ബൈനറി സെർച്ചിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് എനിക്ക് പറയാൻ പറ്റിയത്. ഓക്കെ, അതായത് ബൈനറി സെർച്ച് എപ്പോഴും ഏതിലാണ് അപ്ലൈ ചെയ്യുന്നത്? സോർട്ടഡ് അറേസിൽ മാത്രമാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ എന്താണ് അത് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അസെൻഡിങ് ഓർഡർ ആയിട്ട് ഇതാക്കണം, നമ്പേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡിക്ഷണറി ഓർഡറിലായിരിക്കണം നമ്മൾ സ്ട്രിങ്സിനെ സേവ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് ബൈനറി സെർച്ച് അൽഗോരിതം എന്താണ്, ഇറ്റ് സെർച്ചസ് അതിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്ന് അടുത്ത് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ബൈനറി സെർച്ച് അൽഗോരിതം എന്താണെന്ന് നോക്കി. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതം റൺ ചെയ്യുന്നത് ഓരോരോ കേസസും ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. ബൈനറി സെർച്ചസ് ആൻ എലമെൻറ്റ് ബൈ കമ്പയറിങ് ഇറ്റ് വിത്ത് ദ മിഡിൽ മോസ്റ്റ് എലമെൻറ്റ് ഓഫ് ദ അറേ. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതായത് നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഇതിൻ്റെ കേസിൽ എപ്പോഴും മിഡിൽ മോസ്റ്റ് അറേ ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ഇത് ലെഫ്റ്റിലോട്ടോ പോകണോ റൈറ്റിലോട്ടോ പോകണോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ 3 കേസസ് ആയിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പം മിഡിൽ മോസ്റ്റ് എലമെൻ്റ് ആണ് എടുക്കുന്നതെങ്കിൽ, ഇഫ് ദ എലമെൻറ്റ് ബീങ് സെർച്ച്ഡ് ഈസ് ഫൗണ്ട് ടു ബി ദ മിഡിൽ മോസ്റ്റ് എലമെൻറ്റ് ഇറ്റ്സ് ഇൻഡെക്സ് ഈസ് റിട്ടേൺ. അതായത് ഞാനിപ്പോൾ ഒരു ഇതെടുക്കുന്നു, 5 എലമെൻ്റ് ഉള്ള ഒരു അറേ എടുക്കുന്നു. ഓക്കെ, ആൻഡ് ഇത് സോർട്ടഡ് ആണ്. അപ്പം ഇതിൽ എനിക്ക് 5 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ മിഡിൽ മോസ്റ്റ് എലമെൻ്റ് എടുക്കുക അല്ലേ. ഇതിൻ്റെ മിഡിൽ മോസ്റ്റ് എലമെൻ്റ് എനിക്ക് എങ്ങനെ എടുക്കാം, ഇതിൻ്റെ മിഡിലായിട്ട് വരുന്നത് തേർഡ് അറേ ആയിരിക്കും അല്ലേ. അപ്പം ഇത് തന്നെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ദ മിഡിൽ മോസ്റ്റ് എലമെൻറ്റ് ഇറ്റ്സ് ഇൻഡെക്സ് ഈസ് റിട്ടേൺ. അതാണ് നമ്മുടെ കേസാണ്. സെക്കൻഡ് കേസ് എന്താണ് പറയുന്നത്, ഇഫ് ദ എലമെൻറ്റ് ബീങ് സെർച്ച്ഡ് ഈസ് ഫൗണ്ട് ടു ബി ഗ്രേറ്റർ ദാൻ ദ മിഡിൽ മോസ്റ്റ് എലമെൻറ്റ് ദെൻ ഇറ്റ് സെർച്ച് ഈസ് ഫർദർ കണ്ടിന്യൂ ടു ദ റൈറ്റ് സബ് അറേ ഓഫ് ദ മിഡിൽ മോസ്റ്റ് എലമെൻറ്റ്. അതായത് നമ്മൾ കേസ് 2ൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കിപ്പം 5-ന് പകരം എനിക്ക് 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് വരുന്നത് ഇങ്ങോട്ടല്ലേ, ഫസ്റ്റ് 5-ൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് എന്താണ് അറിയാവുന്നത്, 5-നെയും കാട്ടിലും 6 എന്ന് പറയുന്നത് 5-നും കാട്ടിലും വലുതാണ്. അപ്പോൾ എന്താണ്, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്തായാലും കാണില്ല. അപ്പോൾ ഇതെനിക്ക് ഫുള്ള് ഇത് കളയാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇതിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷൻ ഇതാക്കും. അപ്പോൾ ഇത് മാത്രം എനിക്ക് കമ്പയർ ചെയ്താൽ പോരെ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ആ ഒരു അൽഗോരിതമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, എന്നിട്ട് വീണ്ടും ഇതേ പ്രോസസ്സ് ഇവിടെയും കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് ഇവിടെ ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇവിടെ അടുത്ത കേസ് 3 ആണെങ്കിലോ, അതായത് ഇപ്പം അതിൽ നിന്നും ചെറിയൊരു എലമെൻ്റാണ് വരുന്നതെങ്കിൽ ഞാനിവിടെ എന്ത് ചെയ്യും, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പം ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഇഫ് ദ എലമെൻറ്റ് ബീങ് സെർച്ച്ഡ് ഈസ് ഫൗണ്ട് ടു ബി സ്മോളർ ദാൻ ദ മിഡിൽ മോസ്റ്റ് എലമെൻറ്റ് ദെൻ ഇറ്റ് സെർച്ച് ഈസ് ഫർദർ കണ്ടിന്യൂഡ് ഇൻ ദ ലെഫ്റ്റ് സബ് അറേ ഇൻ ദ മിഡിൽ മോസ്റ്റ് എലമെൻറ്റ്. ആൻഡ് അതായത് ഈ ഒരു ഇറ്ററേഷൻ എന്ന് പറയുന്നത് എന്നിട്ട് അതായത് ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും പോകുന്നത്. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഏതുവരെ, അതായത് നമ്മുടെ അറേ സൈസ് 0 ആകുന്നത് വരെ നമ്മൾ, അതായത് ഓർ സൈസ് ഓഫ് ദ സബ് അറേ റെഡ്യൂസസ് ടു 0, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അറേ കണ്ടുപിടിക്കുന്നത് വരെ, നമ്മുടെ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ ടാർഗറ്റ് എലമെൻറ്റ് കണ്ടുപിടിക്കുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മൾ മൂന്നാമത്തെ കേസ് ഇങ്ങനെയാണ് വരുന്നത്. മൂന്നാമത്തെ കേസിൽ അതായത് ഇപ്പം ലെസ് ദാൻ എന്താ അറേ എലമെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ റൈറ്റിലുള്ള എലമെൻറ്റ്സ് കളയും. അതായത് ഈ ഒരു എക്സാമ്പിളിലാണെങ്കിൽ ഇപ്പം നമുക്കിപ്പം 1 2 3 4 5 ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ എനിക്കിപ്പം 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മുടെ മിഡിൽ മോസ്റ്റ് എലമെൻറ്റ് എന്താണ്, 3 ആണ്. അപ്പം 3 എടുക്കുമ്പം എനിക്കറിയാം, അതായത് 3-യുടെയും കാട്ടിൽ ലെസ് ആണല്ലേ, അപ്പോൾ റൈറ്റ് മോസ്റ്റ് എലമെൻ്റ് അല്ല എനിക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് നെക്സ്റ്റ് ഇവിടെ നിന്ന് ഇത് രണ്ടും കമ്പയർ ചെയ്താൽ മതി, ബാക്കിയുള്ള സൈഡിലുള്ള എലമെൻറ്റ്. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ദിസ് ഇറ്ററേഷൻ കീപ്സ് ഓൺ റിപ്പീറ്റിംഗ് ഓൺ ദ സബ് അറേസ് അൻറ്റിൽ ദ ഡിസൈഡ് എലമെൻറ്റ് ഈസ് ഫൗണ്ട് ഓർ ദ സൈസ് ഓഫ് ദ സബ് അറേ റെഡ്യൂസസ് ടു 0. ഓക്കെ, ആൻഡ് അടുത്തത് നമ്മുടെ ബൈനറി സെർച്ച് അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്, ദർ ഇസ് എ ലീനിയർ, സോ ഇവിടെ പറയുന്നത് ദർ ഇസ് എ ലീനിയർ അറേ ഓഫ് സൈസ് എ. ഓക്കെ, ആൻഡ് ഓഫ് അറേ എ ഓഫ് സൈസ് എൻ. ഓക്കെ, അതിൻ്റെ അറേയുടെ സൈസാണ് എൻ എന്ന് പറയുന്നത്.
ഇനി ബൈനറി സെർച്ച് ഈസ് യൂസ്ഡ് ടു സെർച്ച് എൻ എലമെൻറ്റ് ഐറ്റം ഇൻ ദിസ് അറേ ആൻഡ് നമുക്കിവിടെ ഐറ്റം എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്, അതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, എന്നിട്ട് എന്താണ് നമ്മുടെ ഇവിടെ ലൊക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ സിമിലർ ടു ലീനിയർ സെർച്ചിൻ്റെ വേരിയബിൾസ് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ളതാണ് നമ്മുടെ ഡിഫറെൻ്റ് ആയിരുന്നു. ഇവിടെ എന്താണ് പിന്നെ വേരിയബിൾസ് ബിഗിനിങ് ആൻഡ് എൻഡ് ഏതൊക്കെയാണ്? ട്രാക്ക് ഓഫ് ദ ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എലമെൻറ്റ് ഓഫ് ദ അറേ ഓർ സബ് അറേ ഇൻ വിച്ച് ദ, അതായത് ഞാനിപ്പം പറഞ്ഞില്ല, അതായത് ഞാനിപ്പം കുറച്ച് എലമെൻ്റ് എടുത്താൽ ഇതിൽ നടുക്കുള്ള എലമെൻറ്റിൽ പിന്നെ ബാക്കി ഇത് രണ്ടല്ല നോക്കുന്നത്. ഫസ്റ്റ് എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇതായിരുന്നു, എൻ്റെ സ്റ്റാർട്ട് ഇതായിരുന്നു എൻ്റെ എൻഡ്. പക്ഷേ ഫസ്റ്റ് ഇറ്ററേഷന് ശേഷം എൻ്റെ സ്റ്റാർട്ട് എൻഡ് മാറിയില്ലേ? ഇത് സ്റ്റാർട്ട് സിമിലർ ആയിരുന്നു, എൻഡ് എന്തായി? എൻഡ് എന്ന് പറയുന്നത് മിഡ് -1 ആയി അല്ലേ? അതാണ് ആ ഒരു പ്രോസസ്സാണ് ഇവിടെ ജസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ എന്താണോ അതിൻ്റെ മുൻപേ ഉള്ള ഇതാണ് എടുക്കുന്നത്. ഓക്കെ, ആൻഡ് ആ ഒരു വേരിയബിൾസ് ആണ് മാറുന്നത്. ആൻഡ് വേരിയബിൾ മിഡ് കീപ്സ് ഓഫ് ദ ട്രാക്ക് ഓഫ് ദ മിഡിൽ എലമെൻറ്റ് ഓഫ് ദാറ്റ് അറേ. അതായത് നമ്മൾ മിഡിൽ എലമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഏത് എലമെൻ്റ് എടുത്താലും മിഡിൽ വെച്ചിട്ടാണ്. അതായത് ഞാനിപ്പം പറഞ്ഞില്ലേ, ബൈനറി സെർച്ചിൽ എവിടെ നിന്നാണ് നമ്മൾ 2 സെക്ഷൻസ് ആക്കുന്നത്? മിഡിലിൽ നിന്ന് എടുത്തിട്ട് അതിൽ നിന്ന് ലെഫ്റ്റും മറ്റേതിൽ നിന്ന് റൈറ്റും അങ്ങനെയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഞാനിപ്പം പിന്നെ അല്ലാതെ കേസ് സ്റ്റഡി പറയുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇത് എത്രയുണ്ട്? 5 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഡെക്സ് 0, 1, 2, 3, 4 ആയിരിക്കും. ഓക്കെ, അപ്പം എൻ്റെ നടുക്കത്തുള്ള എലമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത് n- സ്റ്റാർട്ട് ബൈ 2. അപ്പോൾ എന്തായിരിക്കും ഇൻഡെക്സ് കിട്ടുന്നത്? 2 ആയിരിക്കും. അപ്പോൾ എൻ്റെ ഇത് തന്നെയാണ്. അപ്പോൾ എൻ്റെ മിഡ് എന്തായിരിക്കും? ഈക്വൽ ടു മിഡ് ഇതായിരിക്കും. അപ്പം എന്നിട്ട് ഞാൻ വീണ്ടും എന്താണ് സെർച്ച് ചെയ്യുന്നത്? അപ്പോൾ എൻ്റെ തുടക്കത്തിലുള്ള സ്റ്റാർട്ട് എന്താണ്? സ്റ്റാർട്ട് 0 ആണ്, എൻഡ് 4 ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്ത് ചെയ്യും? ഞാൻ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഡിവൈഡ് ചെയ്യുമ്പം എനിക്ക് 2 മിഡായി. എന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല, ആൻഡ് അതിൽ നിന്ന് ലെസ് ആണെങ്കിൽ എന്താകും? എൻ്റെ സ്റ്റാർട്ട് സെയിം ആയിട്ട് നിൽക്കും. എന്നിട്ട് മാറുന്ന എന്തായിരിക്കും? എൻഡ് ആയിരിക്കും. എൻഡ് എന്താകും? മിഡ് -1 ആകും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ടാർഗറ്റ് ഉണ്ടെങ്കിൽ എന്താകും? എൻഡ് മിഡ് -1 ആകും. ഓക്കെ, ഇനി അഥവാ നമ്മുടെ റൈറ്റ് സൈഡിലാണ് ടാർഗറ്റ് ഉണ്ടെങ്കിലോ നമ്മുടെ സ്റ്റാർട്ട് സെയിം തന്നെയായിരിക്കും, അല്ല സ്റ്റാർട്ടായിരിക്കും മാറുന്നത്. എൻഡ് അതായത് ഇപ്പോൾ n ആണെങ്കിൽ സ്റ്റാർട്ട് എന്താകും? മിഡ് +1. കാരണം ഇവിടെ നിന്ന് ഈ ഒരു എലമെൻറ്റിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സംഭവം. ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. അതായത് നമ്മളിപ്പം മിഡായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇതാണെങ്കിൽ ഈ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എൻഡ് ആയിരിക്കും മാറ്റുന്നത്. എൻഡ് എന്താക്കും? എൻഡ് ഈക്വൽ ടു മിഡിൽ -1 ആക്കും. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പം റൈറ്റ് സൈഡിലാണുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ സ്റ്റാർട്ട് ഈക്വൽ ടു മിഡ് +1 അങ്ങനെയായിരിക്കും നമ്മൾ ആക്കുന്നത്. ഓക്കെ, ഈ ഒരു വേരിയേഷനാണ് നമുക്കിവിടെ വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഇനി അൽഗോരിതം എങ്ങനെയാണ് വരുന്നത് നോക്കാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആൻഡ് ഫസ്റ്റ് ഞാൻ എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് ഞാൻ ബിഗിനിങ് ഈക്വൽ ടു 0 എന്ന് സെറ്റ് ചെയ്യുന്നു അല്ലേ? ബിഗിനിങ് 0 ആണ്. എനിക്കിപ്പം ഇത്ര അറേസ് ഉള്ള ഇതാണെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എന്താണ്? സ്റ്റാർട്ടിങ് ഇതാണെങ്കിൽ എൻഡിങ് n-1 ആയിരിക്കും. ഓക്കെ, അതുവരെ ഓക്കെ ആണല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇതെന്തായിരിക്കും? n-1 + 0/2. അപ്പോൾ n-1/2. ഓക്കെ, ഇതല്ലേ? അപ്പം എനിക്ക് മിഡിൽ എലമെൻറ്റ് കിട്ടി. ഓക്കെ, മിഡിൽ എലമെൻറ്റ് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വൈൽ ലൂപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. വൈൽ ബിഗിനിങ് ഈസ് ലെസ് ദാൻ എൻഡ് ആൻഡ് ബിഗിനിങ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻഡ്. അതെന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ബിഗിനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ സെറ്റ് ചെയ്യുന്നതും എൻഡ് എന്ന് പറയുന്നത് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു പോയിന്റിൽ ഇത് രണ്ടും സെയിം ആണെങ്കിൽ ഇത് രണ്ടും തിരിഞ്ഞു പോയാലോ? അതായത് ബിഗിനിങ് എപ്പോഴും ലെസ് ദാൻ എൻഡ് ആയിരിക്കില്ലേ? അങ്ങനെയല്ലേ? അതായത് ഇതും എപ്പോഴും ഇതായിരിക്കില്ലേ? ബിഗിനിങ് ആയിരിക്കില്ല ആദ്യമേ വരുന്നത്. പക്ഷെ ഇനി എന്തെങ്കിലും അതായത് ഇങ്ങനെ അൽഗോരിതം ചെയ്യുമ്പം നമ്മുടെ ഇത് രണ്ടും ഷിഫ്റ്റ് ആയാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് അതിൽ ആ ഒരു ലൊക്കേഷൻ ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ ഒരു കേസ് തെറ്റിയാൽ, അതായത് ബിഗിനിങ് ഗ്രേറ്റർ ദാൻ എൻഡ് ആയാൽ എന്താണ് അതിൻ്റെ അർത്ഥം?
ആ ഒരു ഐറ്റം അതിലില്ല. അതാണ് നമ്മളവിടെ ബിഗിനിങ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് എ ഓഫ് മിഡ് ഈക്വൽ ടു ഈസ് നോട്ട് ഈക്വൽ ടു ഐറ്റം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതായത് ഈ ഒരു കേസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ എ ഓഫ് മിഡ് ഈക്വൽ ടു ഐറ്റം ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു എ ഓഫ് മിഡ് റിട്ടേൺ ചെയ്താൽ പോരെ. ഈ ഒരു കേസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ എന്ത് ചെയ്യും? അതായത് ഡു ഇഫ് ഐറ്റം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ മിഡ്. അതായത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ സെക്ഷനിലോട്ടാണ് വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതായത് എൻഡ് മാറ്റുക അല്ലേ, എൻഡ് മാറ്റിയിട്ട് മിഡ് -1 ആക്കും. അപ്പോൾ എന്ത് ഈ സെക്ഷൻസ് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, ആൻഡ് അതേ കേസിൽ നമുക്കിപ്പം എ ഐറ്റം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എ മിഡ് ആണെങ്കിലോ, അതാണ് ഇവിടെ എൽസ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഐറ്റം ഗ്രേറ്റർ ദാൻ എ മിഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബിഗിനിങ് മാറ്റും അല്ലേ, സ്റ്റാർട്ട് മാറ്റിയിട്ട് എന്താക്കും? ഇങ്ങോട്ടാണ് ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ആയിരിക്കും അല്ലേ മാറ്റുന്നത്. അത് ഞാൻ മുൻപേ പറഞ്ഞ പോയിന്റ് ഓർമ്മയുണ്ടല്ലോ, സ്റ്റാർട്ട് മാറ്റിയിട്ട് മിഡ് +1 ആക്കും ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് ഞാൻ വീണ്ടും ഇത് റൺ ചെയ്യും. എന്നിട്ട് ഈ ബിഗിനിങ് എൻഡ് മാറിയില്ലേ, അതുകൊണ്ട് നമ്മുടെ പുതിയ ബിഗിനിങ് ഈ അറയാണെങ്കിൽ അല്ല വേറെ ആയിരിക്കും, ഇതാണെങ്കിൽ ഇതിന് വേറെ ആയിരിക്കും അല്ലേ. അപ്പം അതിനും പുതിയൊരു ബിഗിനിങ് ഉണ്ട്. അതിനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. സെറ്റ് മിഡ് ഈക്വൽ ടു ബിഗിനിങ് +n/2. എന്നിട്ട് എൻഡ് വൈൽ കൊടുക്കും. എന്നിട്ട് ഇഫ് ബിഗിനിങ് ഈസ് ഗ്രേറ്റർ ദാൻ എൻഡ് ദെൻ സെറ്റ് ലൊക്കേഷൻ ഈക്വൽ ടു -1. അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ബിഗിനിങ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻഡ് ആ ഒരു ഇതിലാണെങ്കിൽ സെറ്റ് ലൊക്കേഷൻ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നമുക്കിപ്പോൾ ലൊക്കേഷൻ ഉള്ളത് കറക്റ്റാണ്, അതാണ് നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൽ ഏറ്റവും മെയിൻ പോയിന്റ് എന്താണ്? അതായത് നമ്മൾ ഫസ്റ്റ് മിഡിൽ എലമെന്റ് എടുക്കും. മിഡിൽ എലമെന്റ് എങ്ങനെയാണ് എടുക്കുന്നത്? ബിഗിനിങ് +n/2 എടുക്കും. എന്നിട്ട് അടുത്ത് എന്ത് ചെയ്യും? എന്നിട്ട് ആ ഒരു മിഡിലായിട്ടുള്ള എലമെന്റ് ലെസ് ആണോ ഈക്വൽ ആണോ നോക്കും അല്ലേ. ലെസ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എൻഡിലുള്ള പോയിന്റർ മാറ്റിയിട്ട് മിഡ് ആക്കും. ഗ്രേറ്റർ ദാൻ ആണെങ്കിലോ ബിഗിനിങ് ഈക്വൽ ടു മിഡ് +1. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇതാണ് നമ്മുടെ കോർ ആയിട്ടുള്ള ഐഡിയ. എന്നിട്ട് ഈ ഒരു സ്റ്റെപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. പിന്നെ ഇതിൽ ആകെ കണ്ടീഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബിഗിനിങ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻഡ് ആയിരിക്കണം. ആൻഡ് ഇഫ് എ ഓഫ് മിഡ് ഈക്വൽ ടു ഐറ്റം, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അത് റിട്ടേൺ ചെയ്യണം. ഓക്കെ, അതാണ് നമ്മളിവിടെ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ എന്തായിരിക്കും? ലൊക്കേഷൻ ഈക്വൽ ടു മിഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബൈനറി സെർച്ച് അൽഗോരിതത്തിൻ്റെ ഒരു കോഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ തന്നെ നമുക്ക് സിയിലെ കോഡ് നോക്കാം. സിയിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ്? ബൈനറി സെർച്ച് അറേയിൽ എ ഡിഫൈൻ ചെയ്യുന്നു. എ എന്ന് പറയുന്നത് അറേയാണ് അല്ലേ. അറേ ഡിഫൈൻ ചെയ്യുന്നു, എൻ ഡിഫൈൻ ചെയ്യുന്നു, ആൻഡ് ടാർഗറ്റ് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഐറ്റം 0 എന്ന് പറയുന്നത് ബിഗിനിങ് സെറ്റ് ചെയ്യുന്നു. ബിഗിനിങ് ഈക്വൽ ടു 0 എന്ന് സെറ്റ് ചെയ്യുന്നു. ആൻഡ് എൻഡ് എത്രയാണ്? എൻഡ് ഈക്വൽ ടു n-1 എന്ന് സെറ്റ് ചെയ്യുന്നു. ആൻഡ് അടുത്ത് എന്ത് ചെയ്യുന്നു? ഐൻ്റെ മിഡ് ഈക്വൽ ടു ബിഗിനിങ് +n/2. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നത്? അതായത് മിഡിൽ എലമെൻറ്റ് നമ്മൾ അങ്ങനെയല്ല കണ്ടുപിടിക്കുന്നത്. മിഡിൽ എലമെൻറ്റ് ഈക്വൽ ടു ബിഗിനിങ് +n/2. ഓക്കെ, ആൻഡ് അടുത്തത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളത് മുമ്പേ യൂസ് ചെയ്ത അതേപോലെ തന്നെയാണ്. വൈൽ ബിഗിനിങ്, ഇതിൽ സിൻഡെക്സ് കൂടെ വരുന്നതേ ഉള്ളൂ അല്ലേ. ബാക്കിയല്ല അതിന് സിമിലർ അല്ലേ, അൽഗോരിതം പഠിച്ചതിന് സിമിലർ അല്ലേ. വൈൽ ബിഗിനിങ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻഡ് ആൻഡ് എ ഓഫ് മിഡ് നോട്ട് ഈക്വൽ ടു ഐറ്റം. ഓക്കെ, ഈ രണ്ട് കേസ് ഞാൻ മുമ്പേ പറഞ്ഞതാണ്. അതായത് ബിഗിനിങ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻഡ്. ബിഗിനിങ് ഗ്രേറ്റർ ആണെങ്കിൽ എന്താണ്? ആ ഒരു അറേ ഇങ്ങനെ തലതിരിഞ്ഞതുപോലെ ആയില്ലേ, അതാണ് പ്രശ്നം വരും. അല്ലെങ്കിൽ എ ഓഫ് മിഡ് നോട്ട് ഈക്വൽ ടു ഐറ്റം ആയിരിക്കണം. ഇഫ് ഐറ്റം ലെസ് ദാൻ എ ഓഫ് മിഡ്, എൻഡ് എന്താകും? എൻഡ് ഈക്വൽ ടു മിഡ് -1 ആകും. ഓക്കെ, അതായത് ഇവിടെ പറഞ്ഞ എന്താണ്? അതായത് ഇപ്പം നമ്മുടെ മിഡിൽ എലമെൻറ്റ് ഇതാണെങ്കിൽ ഈ ഒരു അറയാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ എൻഡ് ആയിരിക്കും അല്ലേ മാറുന്നത്. ഈ ഒരു എലമെൻ്റ് ആണെങ്കിലോ സ്റ്റാർട്ട് ആയിരിക്കും മാറുന്നത്. അതാണ് ഇവിടെ എൽസ് കൊടുത്തിട്ടുള്ളത്. എൽസ് കൊടുത്തിട്ട് എന്താകും? ബിഗിനിങ് മാറ്റും. ഓക്കെ, ഈ രണ്ട് കേസിലും ബിഗിനിങ്ങും എൻഡ് നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിഞ്ഞു പോകുമെന്ന് തോന്നുന്നെങ്കിൽ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു അറേ പോലെ വരയ്ക്കുക. എന്നിട്ട് ഇത് മിഡിൽ എലമെൻ്റ് ആക്കുക. ആൻഡ് ഇവിടെ ആണെങ്കിലോ ഇത് സ്റ്റാർട്ടാണെങ്കിൽ ഇത് എൻഡ്. ഈ ഒരു കേസിൽ ചെറുതാണെങ്കിൽ എന്തായിരിക്കും മാറുന്നത്? എൻഡ് ആയിരിക്കും അല്ലേ മാറുന്നത്. പിന്നെ മറ്റേ ഇത് വലുതാണെങ്കിലോ ഈ ഒരു കേസിൽ എന്തായിരിക്കും മാറുന്നത്? സ്റ്റാർട്ടായിരിക്കും മാറുന്നത്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് വെച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏതായിരിക്കും മാറുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അതാണ്
സോ അത് നമുക്ക് കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മിഡ് ഈക്വൽ ടു ബിഗിനിങ് പ്ലസ് n by 2 എന്ന് കൊടുക്കുന്നു. ആൻഡ് പിന്നെ നമ്മൾ കൊടുക്കുന്നത് മുമ്പത്തെ പോലെ തന്നെയാണ്, ഇഫ് ബിഗിനിങ് ഷുഡ് ബി ഈസ് ഗ്രേറ്റർ ദാൻ റിട്ടേൺ -1. അതായത് അങ്ങനെ വന്നാൽ എന്താണ്, ആ ഒരു എലമെൻറ്റ് ഇല്ലാതാണ് ഈ ബിഗിനിങ് ഗ്രേറ്റർ ദാൻ എൻഡ് വന്നത്. ആൻഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിട്ടേൺ മിഡ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബൈനറി സെർച്ചിങ് സി എന്ന് പറയുന്നത്. ഇനി പൈത്തണിൽ നമുക്ക് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഈ പൈത്തണിലാണെങ്കിൽ എങ്ങനെയാണ്, പൈത്തണിലും കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും അല്ലേ. ഇവിടെ വരുന്നത് എയും ഐറ്റമും ആണ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് ബിഗിനിങ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ആൻഡ് അടുത്ത് എന്താണ്, len of a of -1. n എന്ന് പറയുന്നത് എന്താണ്, ഇത് സൈസാണ് അല്ലേ. സൈസ് n ആണെങ്കിൽ n-1 ആയിരിക്കും ലാസ്റ്റ് ഇൻഡെക്സ്, അത് മുമ്പേ പറഞ്ഞിട്ടില്ലേ. പിന്നെ നമ്മൾ എന്താണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ബിഗിനിങ് പ്ലസ് n ഡബിൾ ഡിവിഷനാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പം 5 ആണെങ്കിൽ 5 മോഡുലസ് 2 എത്ര ആയിരിക്കും, 2.5 ആണ്. ഇത് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് 2 ആയിട്ടായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അതാണ് ഈ ഫംഗ്ഷൻ്റെ യൂസ് എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത് നമ്മൾ സെയിം യൂസ് ചെയ്ത പോലെ തന്നെയാണ് ബിഗിനിങ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻഡ് ആയിരിക്കണം. ആൻഡ് എ ഓഫ് മിഡ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ഐറ്റം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എങ്ങനെയാണ് വരുന്നത്, ഇഫ് ഐറ്റം ഈസ് ലെസ് ദാൻ എ മിഡ് ആണെങ്കിൽ എന്ത് വരും, എൻഡ് ഈക്വൽ ടു മിഡ് -1 എന്ന് വരും അല്ലേ. അതായത് ഇപ്പം ലെഫ്റ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ എൻഡ് ഈക്വൽ ടു മിഡ് -1, അല്ലെങ്കിൽ എന്ത് വരും, ബിഗിനിങ് ആയിരിക്കും മാറുന്നത്. റൈറ്റ് സൈഡിലാണെങ്കിൽ ബിഗിനിങ് ആയിരിക്കും മാറുന്നത്. ആൻഡ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, മിഡ് ഈക്വൽ ടു ബിഗിനിങ് പ്ലസ് n by എൻഡ് ഡബിൾ ഡിവിഷൻ by 2 ചെയ്യും അല്ലേ. എന്നിട്ട് ഇഫ് ബിഗിനിങ് ഗ്രേറ്റർ ദാൻ എൻഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിട്ടേൺ -1 കൊടുക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ മിഡ് എന്നുള്ള ഒരു ഫംഗ്ഷൻ തന്നെ ആയിരിക്കും നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ബൈനറി സെർച്ച് ഇൻ പൈത്തൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്. അതായത് അൽഗോരിതത്തിൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇത് കുറച്ചുകൂടെ ഇതാണ്, നമുക്ക് ബിഗിനിങ് ഉണ്ട്, എൻഡ് ഉണ്ട്, പിന്നെ മിഡ് ഉണ്ട്. അപ്പം ഇത് മൂന്നും മാറ്റി വരുന്ന ഒരു ഫംഗ്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. ആദ്യമേ നമ്മൾ മിഡ് ഈക്വൽ ടു ബിഗിനിങ് പ്ലസ് n by 2 എന്ന് ചെയ്യും. എന്നിട്ട് നമ്മൾ മിഡ് ഐറ്റം എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണോ ലെസ് ആണോ നോക്കിയിട്ട് നമ്മുടെ എൻഡും ബിഗിനിങ്ങും മാറ്റും. അതാണ് നമ്മളിവിടെ ബേസിക് ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ വരുന്നത് എന്താണ്, പിന്നെ നമുക്ക് ടൈം കോംപ്ലക്സിറ്റി അനാലിസിസും കൂടെ നോക്കാം. ആൻഡ് ഇവിടെ ബൈനറി സെർച്ച് ടൈം കോംപ്ലക്സിറ്റി അനാലിസിസ് ഇസ് done below. In each iteration or in each recursive call, search gets reduced to half of the array അല്ലേ. എന്നിട്ട് പിന്നെ എന്താണ്, so for n elements in the array there are log to n iterations or recursive calls. അതങ്ങനെ കറക്റ്റ് ആണോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ബൈനറി ട്രീസ് പഠിച്ചത്? ബൈനറി ട്രീസിൽ പഠിക്കുമ്പോൾ നമുക്ക് n ഇങ്ങനെ ആകും, ഇതെന്താകും n by 2 ആകുമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് n by 4 ആയി, പിന്നെ ഇതെന്തായി n by 4 ആയി. ഇപ്പം ഇതിലെ ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെയല്ല നമ്മൾ പോകുന്നത്. ഇങ്ങനെ പോകുമ്പം ഇതിന് എത്ര ഇറ്ററേഷൻസ് ഉണ്ട്, ഇത് 3 ലെവൽസ് ആയല്ലേ. 3 ലെവൽസ് ആയപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. അതായത് ഫോർ n എലമെന്റ്സ് ഇൻ ദ അറേ there are log to n iterations or recursive calls. അതായത് ഈ ഒരു ഇതിൽ ഞാനിപ്പം എൻ്റെ ഒരു കേസിലാണെങ്കിൽ എനിക്കിപ്പം ഗ്രേറ്റർ ആണെങ്കിൽ ഞാൻ ഈ ഒരു ഇത് മാത്രമല്ലേ എടുക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഞാൻ ഇങ്ങനെയല്ലേ ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അതായത് എനിക്കിപ്പം ഒരു 10 എലമെൻ്റ് ഉണ്ടെങ്കിൽ 10 എലമെൻ്റ് അല്ല, ഒരു 16 എലമെൻ്റ് ഉണ്ടെന്ന്, ഒരു 8 എലമെൻ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ 8 എലമെൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ മിഡിലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പിന്നെ 4 എലമെൻറ്റ്സിൽ നോക്കുന്നുള്ളൂ. അതേപോലെ തന്നെ എന്ത് ചെയ്യും, 4 എലമെൻറ്റ്സ് ഇവിടെ ഇഗ്നോർ ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് എന്ത് ചെയ്യും, 2ന് 2 കൊണ്ട് 2 സോ ഇങ്ങനെയല്ലേ നമ്മൾ പോകുന്നത്. അതായത് എനിക്കിപ്പോൾ ഒരു 8 ഉണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യും, ആദ്യമേ അത് 4 ആകും, പിന്നെ 2 എലമെൻറ്റ്സ് ആകും, പിന്നെ ഏതെങ്കിലും ഒരു 1 എലമെൻറ്റ് കിട്ടും. ഇങ്ങനെയല്ല എൻ്റെ ഒരു ഇറ്ററേറ്റീവ് പ്രോസസ്സ്. അപ്പം n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഇത്ര എലമെൻറ്റ്സ് ഉണ്ടല്ലേ, ഇത്ര എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേ, 1 2 3 4 5 3 4 5 6 7 8 9 10 11 12 13 14 15 എലമെൻറ്റ്സ് ഉണ്ടായിട്ടും എനിക്ക് എത്ര ഇറ്ററേഷൻസ്, എത്ര കമ്പാരിസൺസ് വന്നോളൂ, ഇത്ര കമ്പാരിസൺസ് വന്നോളൂ അല്ലേ. അതാണ് ഇവിടെ ബേസിക് ആയിട്ട് നമ്മുടെ ബൈനറി സെർച്ച് അൽഗോരിതം പറയുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ ഒരു 8 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ഞാൻ പകുതിയാക്കി 4 ആക്കും, പിന്നെ അതിനുശേഷം അതിലില്ലെങ്കിൽ 2 ആക്കും, പിന്നെ 1 ആക്കും. അങ്ങനെയല്ലേ നമ്മൾ എലമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. ആ ഒരു മെത്തേഡാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇതിൽ ഹൈറ്റ് എത്രയായിരിക്കും വരുന്നത്, ഈ ഒരു എലമെൻറ്റിൽ, ഈ ഒരു ബൈനറി ട്രീയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് വെച്ചിട്ട് എന്തായിരിക്കും വരുന്നത്,
നമ്മുടെ ലോഗ് n ആയിരിക്കും വരുന്നത്, ലോഗ് ടു ദ ബേസ് n ആയിരിക്കും വരുന്നത്. പിന്നെ അത് അല്ലെങ്കിൽ മറ്റേ ആ ഒരു ഫംഗ്ഷൻ ഓർത്താലും മതി, നമ്മൾ മുൻപേ പഠിച്ചിട്ടുണ്ടല്ലോ, അതായത് n/2 i = 1. അതായത് ഏറ്റവും ലാസ്റ്റിലുള്ള എലമെന്റ് 1 ആകുന്നത് വരെ എന്തായിരിക്കും, i എന്ന് പറയുന്നത് log n ആയിരിക്കും. ഈ ഒരു ഫംഗ്ഷൻ ഓർത്താലും മതി, നമ്മൾ മുൻപേ പഠിച്ചിട്ടുള്ളതാണ്, ഇങ്ങനെ നോക്കിയാലും മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹൈറ്റ് എത്രയാണ്, log n ആണ്. അപ്പോൾ നമുക്ക് എത്ര ഇറ്ററേഷൻസ് വരുന്നുള്ളൂ, log n ഇറ്ററേഷൻസ് വരുന്നുള്ളൂ. അതായത് എത്ര ഹൈറ്റ് ഉണ്ടോ, അതായത് ഒന്ന് നോക്കിക്കേ. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ മുൻപേ പറഞ്ഞില്ലേ 4 4 2 2 1 1 1 1. ഇതിൽ എനിക്കിപ്പം 1 2 3, അതായത് എനിക്ക് എത്ര ഇറ്ററേഷൻസ് വന്നു, ആകെ 1 2 3 4. അതായത് മീൻസ് ഇതിൻ്റെ ഇത്ര 1 2 3 ആകെ 3 ഇറ്ററേഷൻസ് വന്നോളൂ അല്ലേ. അതായത് എനിക്ക് ഓരോ ലെവലും ഞാൻ ഒരു വട്ടേ കടക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്തായിരിക്കും, ഈ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിനെ ബൈനറി ട്രീ ആക്കുമ്പോൾ എത്ര ഹൈറ്റ് ആണോ വരുന്നത്, ഓക്കെ, എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിനെ ബൈനറി ട്രീ ആക്കുമ്പോൾ എത്ര ഹൈറ്റ് ആണ് വരുന്നത്, അതിൻ്റെ ലെവൽസ് ആണ് ഞാനിപ്പം കണക്കാക്കുന്നത്. അത് വെച്ചിട്ടാണ് എനിക്ക് എങ്ങനെ വന്നത്, log to n ഇറ്ററേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക കൂടെ വേണം, അതിനാണ് ഞാനിത് പറഞ്ഞു തന്നത്. ഓക്കെ, അതായത് നമുക്ക് എത്ര എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്മൾ ഇതെല്ലാം നോക്കില്ലല്ലോ. കാരണം ഞാനിപ്പം ഇങ്ങോട്ട് 4 ചാടിയത് കാരണം ഇതെല്ലാം ഞാൻ ഇഗ്നോർ ചെയ്തു, ഈ ലെഫ്റ്റ് ട്രീ ഞാൻ ഇഗ്നോർ ചെയ്തു. നമ്മൾ ബൈനറി സെർച്ച് പഠിച്ചില്ലേ, അതിന് സിമിലർ അല്ലേ ഇത്. ആ ഒരു സെയിം കോംപ്ലക്സിറ്റി, ആ ഒരു സെയിം സംഭവമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് log to n ഇറ്ററേഷൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മളിവിടെ there are log to n iterations or recursive calls. അപ്പോൾ നമ്മുടെ എന്താകും, നമ്മുടെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്താകും, നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്, ടൈം കോംപ്ലക്സിറ്റി ഓഫ് ബൈനറി സെർച്ച് ട്രീ ഈസ് ഓഫ് log to the base n ആയിരിക്കും നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി വരുന്നത്. പിന്നെ ഇതിനൊരു ചെറിയൊരു എക്സാമ്പിളും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു കേസിലാണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്, എല്ലാവരും പറഞ്ഞ്. അതായത് വി ആർ ഗീവൻ ദ സോർട്ടഡ്, ഇത് എപ്പോഴും സോർട്ടഡ് ആയിരിക്കണം കേട്ടോ, നമ്മുടെ അറേ എന്ന് പറയുന്നത് സോർട്ടഡ് ആയിരിക്കണം. പിന്നെ എലമെന്റ് 15 ഹാസ് ടു ബി സെർച്ച്ഡ് യൂസിങ് ബൈനറി സെർച്ച് അൽഗോരിതം. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് വരുന്നത്, ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ രണ്ടും ലാസ്റ്റ് എൻഡ് എത്ര ബിഗിനിങ് വെച്ച് നോക്കാം. ബിഗിനിങ് എത്രയാ, 0. സ്റ്റാർട്ട് എത്രയാ, എൻഡ് എത്രയാ, 6 ആണല്ലേ വരുന്നത്. അപ്പോൾ നമ്മുടെ മിഡ് എത്രയാ ഈ ഒരു കേസിൽ, 0 + 6/2 = 3 അല്ലേ. അപ്പോൾ ഞാൻ ഏത് എലമെൻ്റ് എടുക്കും, ഇത് വെച്ച് കമ്പയർ ചെയ്യും. എന്നിട്ട് 20 ഈക്വൽ ആണ് 15 ആയിട്ട് നോക്കുമ്പോൾ എന്താണ്, 15 എന്ന് പറയുന്നത് 20 എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഒരു സൈഡിൽ ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകുന്നത്, ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ എന്താണ് എനിക്ക് മാറ്റേണ്ട, ബിഗിനിങ് സെയിം ആയിരിക്കും അല്ലേ, ബിഗിനിങ് = 0 തന്നെയായിരിക്കും. അപ്പോൾ എൻഡ് ആയിരിക്കും മാറുന്നത്. എൻഡ് = എന്താ, മിഡ് -1. അതെന്താണ് മിഡ് -1 എന്ന് പറയുന്നത്, 3 - 2 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഈ ഒരു ഇറ്ററേഷനിൽ പിന്നെ ഞാൻ വീണ്ടും എന്ത് ചെയ്യും, മിഡ് കണ്ടുപിടിക്കും. ഓക്കെ, മിഡ് എന്ന് പറയുന്നത് എന്താണ്, ബിഗിനിങ് + n/2. അപ്പോൾ 0 + 2/2 എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. എന്നിട്ട് ഞാൻ മിഡ് ഈക്വൽ ആണോ നോക്കും, 1 എത്രയാണ്, 10 ആണ്. 10 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ലെസ് ആണോ ഗ്രേറ്റർ ആണോ, ലെസ് ആണല്ലേ. സോ എൻ്റെ ഇറ്ററേഷൻസ് ഞാനിപ്പം ഇവിടെ കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് നമ്മുടെ ഇറ്ററേഷൻ വന്നത് ഇവിടെയായിരുന്നു. ഓക്കെ, ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ഇറ്ററേഷൻ വന്നത് അല്ലേ. പിന്നെ എന്താണ് സെക്കൻഡ് വന്നത്, സെക്കൻഡ് ഇവിടെ ആയിട്ട് വന്നു. ആൻഡ് പിന്നെ എന്താണ് ചെയ്തത്, അപ്പോൾ നമ്മുടെ എൻഡ് എന്തായി, നമ്മുടെ എൻഡ് എന്ന് പറയുന്നത് 2 ആയിരുന്നു അല്ലേ. അതേപോലെ തന്നെ സ്റ്റാർട്ട് ബിഗിനിങ് എത്രയായിരുന്നു, ബിഗിനിങ് എന്ന് പറയുന്നത് 0 ആയിരുന്നു. അപ്പോഴാണ് നമ്മുടെ മിഡ് എത്ര വന്നത്, 1 വന്നത് അല്ലേ. ഇനി അപ്പം 10 ആയിട്ട് കമ്പയർ ചെയ്ത് 10 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, 15 എന്ന് പറയുന്നത് എന്താണ്, ഗ്രേറ്റർ ആണ് 10നെ കാട്ടിലും. അപ്പോൾ എന്തായിരിക്കും, റൈറ്റ് സൈഡ് ആയിരിക്കും എടുക്കുന്നത് അല്ലേ. അപ്പോൾ റൈറ്റ് സൈഡ് എടുക്കുമ്പം എൻ്റെ എന്തായിരിക്കും മാറുന്നത്, റൈറ്റ് സൈഡിലാണെങ്കിൽ എൻ്റെ ബിഗിനിങ് ആയിരിക്കും അല്ലേ മാറുന്നത്. അപ്പോൾ എൻ്റെ ബിഗിനിങ് എന്താകും, ബിഗിനിങ് = മിഡ് +1 ആകും. അപ്പം മിഡ് +1 എത്രയാണ്, എൻ്റെ 1 + 1 ആണ് അല്ലേ. മിഡ് എന്ന് പറയുന്നത് 1 ആണ്, അപ്പം 2 ആകും. ബിഗിനിങ്ങും 2 ആണ്, എൻഡും 2 ആണ്. അപ്പം എൻ്റെ മിഡ് എന്താകും, മിഡ് = ബിഗ് ബിഗിനിങ് + end/2, അതായത് 2 + 2/2
അതായത് അത് 2 തന്നെയാണ് അല്ലേ, 2 തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പം എന്താണ് മിഡ്, എൻ്റെ മിഡ് ഏതാണ്, 2 ആണ്. അപ്പം 2 15 ആണോ, യെസ് ആണ്. അപ്പം അതെന്ത് ചെയ്യും, 15 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ട് ചെയ്യുന്നത്. നമ്മുടെ ബൈനറി സെർച്ച് അറേയിൽ എക്സാമ്പിളിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് എൻ്റെ സെൻറ്റർ ചെയ്തായിരുന്നു, ഫസ്റ്റ് എൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത് 0 ആയിരുന്നു, എൻ്റെ എന്ന് പറയുന്നത് എന്തായിരുന്നു 6 ആയിരുന്നു. പിന്നെ മിഡ് എന്തായി, മിഡ് 3 ആയി. പിന്നെ എന്തായി, പിന്നെ അടുത്തത് എൻ്റെ മിഡ് മാറിയല്ലേ, അതായത് ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് എൻ്റെ എൻഡാണ് മാറിയത്. ബിഗിനിങ് സെയിം ആയിരുന്നു, എൻഡായിരുന്നു, മിഡ് -1 ആയി 2 ആയി അല്ലേ. എന്നിട്ട് എന്തായി, മിഡ് ഈക്വൽ ടു എത്രയായിരുന്നു, 1 ആയിരുന്നു അല്ലേ. ഫസ്റ്റ് ഇതായിരുന്നു വന്ന്, സെക്കൻഡ് ഇതായിരുന്നു വന്ന്. പിന്നെ തേർഡ് ഇറ്ററേഷനിൽ എങ്ങനെയായിരുന്നു, എൻ്റെ ബിഗിനിങ് ആണല്ലേ മാറിയത്. ബിഗിനിങ് എന്തായി, മിഡ് +1, അത് എത്രയായി 2 ആയി. എൻ്റെ എത്രയായി 2 ആയി, മിഡ് എത്രയായി 2 ആയി. അപ്പോൾ എൻ്റെ ഇത് ഈക്വൽ ആയില്ലേ. അപ്പോൾ എൻ്റെ തേർഡ് ഇറ്ററേഷനിലാണ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയത്. ഇതല്ലേ നമ്മുടെ ബേസിക് ആയിട്ട് ബൈനറി സെർച്ചിൽ എത്ര ഇറ്ററേഷൻസ് ആണ് വന്നത്. അപ്പോൾ നോക്കിക്കേ, ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു, 7 എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് എത്ര സെർച്ചസ് വേണ്ടി, എത്ര കമ്പാരിസൺസ് വേണ്ടി വന്നു, മിഡ് 1 2 തേർഡ്. കണ്ടോ, എനിക്ക് ആകെ 3 സെർച്ചസേ വേണ്ടി വന്നുള്ളൂ 7 എലമെൻറ്റ്സിന് സെർച്ച് ചെയ്യും. എനിക്ക് മറ്റേതിൽ ഇവിടെ 28 15 ഏറ്റവും ലാസ്റ്റിലാണെങ്കിൽ എന്ത് വന്നതിന്, എനിക്ക് 6 കമ്പാരിസൺസ് നടത്തേണ്ടി വന്നതല്ലേ അല്ലേ. അതാണ് ഇവിടെ പ്രശ്നം വരുന്നത്. അതാണ് ലീനിയർ സെർച്ചിനെ കമ്പയർ ചെയ്യുമ്പം ബൈനറി സെർച്ച് കുറച്ചുകൂടെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അപ്പം നമ്മുടെ അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ദ അഡ്വാൻറ്റേജസ് ഓഫ് ബൈനറി സെർച്ച് ആർ ഇറ്റ് എലിമിനേറ്റ്സ് ഹാഫ് ഓഫ് ദ ലിസ്റ്റ് ഫ്രം ഫർദർ സെർച്ചിങ് ബൈ യൂസിങ് ദ റിസൾട്ട് ഓഫ് ഈച്ച് കമ്പാരിസൺ. അങ്ങനെയല്ല നമ്മളിവിടെ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വെദർ ദ എലമെന്റ് ബീങ് സെർച്ച്ഡ് ഈസ് ബിഫോർ ഓർ ആഫ്റ്റർ ദ കറന്റ് പൊസിഷൻ ഇൻ ദ ലിസ്റ്റ്. ദിസ് ഇൻഫർമേഷൻ ഈസ് യൂസ്ഡ് ടു നാരോ ദ സെർച്ച്. അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഡിക്ഷണറിയിലാണെങ്കിലും പകുതി അങ്ങോട്ട് നോക്കും, പിന്നെ പകുതി ബാക്കിലുള്ളത് നോക്കാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ലാർജ് ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ അതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ്, ഇതെന്ന് പറയുന്നത് ഒരു റിക്കർസീവ് അപ്രോച്ചാണ് അല്ലേ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ റിക്കർസീവ് അപ്രോച്ച് വിച്ച് റിക്വയർസ് മോർ സ്റ്റാക്ക് സ്പേസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, പ്രോഗ്രാമിംഗ് ബൈനറി സെർച്ച് അൽഗോരിതം ഈസ് എറർ പ്രോൺ ആൻഡ് ഡിഫിക്കൾട്ട്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും, അതായത് നമ്മളിപ്പം കണ്ടതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അതിൽ റിക്കർഷൻ ആയതുകൊണ്ട് നമുക്ക് എറർ കണ്ടുപിടിക്കാനും പാടാണ്. പിന്നെ ദ ഇൻട്രാക്ഷൻ ഓഫ് ബൈനറി സെർച്ച് വിത്ത് ദ മെമ്മറി ഹയറാർക്കി ദാറ്റ് ഈസ് കാഷിംഗ് ഈസ് പോർ. ഓക്കെ, അതായത് നമ്മളിപ്പം ഈ റാൻഡം ആയിട്ടല്ലേ എലമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നത്, അടുത്തടുത്തുള്ള എലമെൻറ്റ്സ് അല്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ കാഷിങ്ങും കുറച്ച് പാടായിട്ടായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്, നമ്മൾ ലീനിയർ സെർച്ച് നോക്കി, ബൈനറി സെർച്ച് നോക്കി, അതിൻ്റെ പിന്നെ കോഡ് നോക്കി. പിന്നെ നിങ്ങൾ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്ത് ഇതിൻ്റെ ആൻസർ എല്ലാം ഒന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. പിന്നെ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയാണ്. ഓക്കെ, താങ്ക് യു.